ആവണക്ക്. ഇന്ത്യയിൽ എല്ലായിടത്തും കണ്ടുവരുന്ന ആവണക്ക് നിലവിൽ എണ്ണക്കുരുവിന് വേണ്ടിയാണ് കൃഷി ചെയ്യുന്നത്. ആവണക്ക് പ്രധാനമായും ശീതോഷ്ണ മേഖലകളിൽ നന്നായി വളരുന്നുണ്ട്. വാതരോഗ ചികിത്സയിൽ സുപ്രധാന സ്ഥാനം ആയുർവേദം ആവണക്കിന് നൽകിയിരിക്കുന്നു. ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഭേദനീയ ഔഷധമായി, വേദന ശമനിയായ ഔഷധമായി ആവണക്കിനെ ആയുർവേദം പരിഗണിക്കുന്നു. സംസ്കൃതത്തിൽ വാധീര, ഏരണ്ട, പഞ്ചാങ്കുലം, തരുണ, ദീർഘദണ്ഡ, രുംഭക, കുംഭി വർദ്ധമാന തുടങ്ങിയ നാമങ്ങളിൽ ആവണക്ക് അറിയപ്പെടുന്നു. കാസ്റ്റർ ഓയിൽ പ്ലാന്റ് എന്നാണ് ആവണക്കിന്റെ ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത്. യൂഫോർബിയേസി എന്ന സസ്യകുടുംബത്തിലാണ് ആവണക്കിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആവണക്കിന്റെ ശാസ്ത്രീയ നാമം റിനീസിയസ് കമ്മ്യൂണിസം ലിൻ എന്നാണ്. കുറ്റിച്ചെടികളുടെ വിഭാഗത്തിൽപ്പെടുന്ന ആവണക്ക് 2 മുതൽ 4 മീറ്റർ ഉയരത്തിൽ വളരുന്നു. ആവണക്കിന്റെ ഇലകൾ വിസ്താരവും ഹസ്താകാരത്തിൽ പാളിതവുമാണ്. ഇതിന്റെ ഫലം ചെറുമുളകുള്ള കാപ്സ്യൂൾ രൂപത്തിൽ പച്ച നിറത്തിലാണ്. വിത്തുമേഖലയാണ് പ്രവർത്തനം നടക്കുക. ഇല, വേര്, എണ്ണ എന്നിവയാണ് ആവണക്കിന്റെ ഔഷധയോഗ്യമായ ഭാഗങ്ങൾ. രസമാണെങ്കിൽ മധുരം, കടു. കഷായമാണെങ്കിൽ ഗുണം, ഗുരു, സിഗ്നം, തീഷ്ണം എന്നീ രാസഘടകങ്ങൾ നോക്കിയാൽ ആവണക്കിൽ 40% മുതൽ 54% വരെ എണ്ണയും 21% പ്രോട്ടീനും 10% പഞ്ചസാരയും 1% കാർബോഹൈഡ്രേറ്റും അടങ്ങിയിരിക്കുന്നു. വെള്ളത്തിൽ ലയിക്കുന്നതും വിഷമുള്ളതുമായ ഗൈക്കോപ്രോട്ടീനായ റിസിൻ ഇതിലെ പ്രധാന ഘടകമാണ്. അതുകൊണ്ട് തന്നെ ആവണക്കിന്റെ വിത്ത് കഴിക്കുവാൻ പാടില്ല. എണ്ണയെടുക്കുമ്പോൾ റിസിനെ ഈ വിഷം വേർപെട്ടു പോകുന്നതിന് മൂലമാണ് എണ്ണ ഉപയോഗിക്കുവാനാകുന്നത്. ഔഷധ ഗുണങ്ങൾ നോക്കിയാൽ വിരചയനകാരിയാണ് ആവണക്ക്. ഇതിന്റെ ഉപയോഗം വാദവികാരങ്ങൾ ശമിപ്പിക്കുന്നതിന് സഹായിക്കും. ശരീരവേദന, വീക്കം എന്നിവ കുറയ്ക്കുന്നതിന് ആവണക്കിന് കഴിവുണ്ട്. ഇത് ഗർഭാശയ ശുദ്ധി ഉണ്ടാക്കുന്നു. ശുക്ലശോധനയും മൂത്രശോധനയുമാണ്. രക്തപിത്തം ഇല്ലാതാക്കുന്നതിന് ഉത്തമമാണ്. ഗുൽമനഗറ്റ്, ശൂലം, വൃദ്ധി, മഹോദരം എന്നിവയ്ക്ക് ശമനകാരിയും ആയിട്ടാണ് ഇതിനെ പരിഗണിക്കുന്നത്. ഔഷധ പ്രയോഗങ്ങൾ നോക്കിയാൽ നീരും വേദനയുമുള്ള സന്ധിഭാഗങ്ങളിൽ ആവണക്കിന്റെ ഇല ചൂടാക്കി വെച്ച് കെട്ടുന്നത് രോഗാവസ്ഥ കുറയ്ക്കുവാൻ വളരെ ഉത്തമമാണ്. ഇതിന്റെ തളിരിലെ നെയ്യിൽ വറുത്ത് കഴിക്കുന്നത് നിശാന്തതയ്ക്ക് ഒരു പരിധിവരെ ശമനമുണ്ടാക്കുന്നതിന് സഹായകരമാണ്. 1/2 ഔൺസ് മുതൽ 1 ഔൺസ് വരെ ആവണക്കെണ്ണ ചൂടുപാലിലോ ചൂടുവെള്ളത്തിലോ ഒഴിച്ച് വിധിപ്രകാരം സേവിക്കുന്നത് നടുവേദന, സന്ധിവേദന, നീര എന്നിവ ശമിക്കുന്നതിന് വളരെ ഉത്തമമാണ്. വയറുവേദന, മലബന്ധം എന്നിവ ശമിപ്പിക്കുന്നതിന് 1/2 ഔൺസ് മുതൽ 1 ഔൺസ് വരെ ആവണക്കെണ്ണ ചൂടുപാലിലോ ചൂടുവെള്ളത്തിലോ ഒഴിച്ച് വിധിപ്രകാരം സേവിക്കുന്നത് നല്ലതാണ്. ആവണക്കിന്റെ തളിരിലെ അരിച്ചത് 10 ഗ്രാം എടുത്ത് ഇളനീരിൽ കലക്കി തുടർന്ന് ഒരാഴ്ച കുടിച്ചാൽ മഞ്ഞപ്പിത്ത രോഗത്തിന് ശമനമുണ്ടാകും. ആവണക്കെണ്ണ ചേർത്തുണ്ടാക്കിയ സുകുമാരഘൃതം ഗർഭാശയ രോഗങ്ങൾക്ക് നല്ല ഔഷധമാണ്. ബാലാരിഷ്ടം, അഷ്ടവർഗാകഷായം, ഏരണാദാഷ്ടി കഷായം എന്നീ ആയുർവേദ ഔഷധങ്ങളിൽ ആവണക്ക് മുഖ്യ ചേരുവയായി ഉപയോഗിക്കുന്നു.